ഇത് മാസ് മോട്ടോഴ്സ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് മിസ്സിങ്ങിൻ്റെ പ്രശ്നം, വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന പ്രോബ്ലമൊക്കെ ആയിരുന്നു. നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം കാർബറേറ്ററാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുണ്ട്, കാർബറേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. കാർബറേറ്റർ ഇപ്പോൾ നമ്മളതിൻ്റെ നീഡിൽ, അതേപോലെ തന്നെ കാർബറേറ്ററിലേക്ക് വരുമ്പോൾ ഈ നീഡിൽ അസംബ്ലി മാറ്റിയിട്ടുണ്ട്, ജെറ്റ് മാറ്റിയിട്ടുണ്ട്, അതേപോലെ ഫ്ലോട്ട് വാൽവ് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും ഭാഗം മാറ്റി, സ്പാർക്ക് പ്ലഗ് അടക്കം മാറ്റി നമ്മൾ സെറ്റാക്കി. ഇപ്പോൾ നിലവിൽ ഓക്കെയാണ്. ഈ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബറേറ്റർ നിലവിൽ ഓവർഫ്ലോ, പെട്രോൾ ഈ പൈപ്പ് വഴി ഓവർഫ്ലോ വന്നില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കാർബറേറ്റർ മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. നിലവിൽ അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്, ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാർബറേറ്റർ അഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വേറെ ഇനി കാർബറേറ്ററൊന്നും ചെയ്യാൻ നടക്കില്ല, മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. നിലവിലുണ്ടായിരുന്ന കംപ്ലയിൻറ്റ് മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ വണ്ടിക്ക് വേറൊരു കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. കിക്കർ അടിച്ചാലും സെൽഫ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല. അതിൻ്റെ കാരണം എൻജിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് വളരെ കൂടുതലാണ്. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാലാണ് അത് റെഡി ആവുള്ളൂ. അത് സിലിണ്ടർ അഴിക്കണ സമയത്ത്, സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിക്കണ സമയത്ത് സിലിണ്ടറിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ തയ്യാറായിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. ഇനി ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കും, അതിൻ്റെ ലക്ഷണം, ഈ കംപ്രഷൻ ലീക്കിൻ്റെ ലക്ഷണമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ കിക്കറുമ്പോൾ പിടിച്ച് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. കിക്കർ നമ്മൾ ചവിട്ടാൻ നോക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ടായിരിക്കും പോവാം. ഈ കൈ കൊണ്ട് താറ്റിയാൽ പോലും വളരെ ഫ്രീ ആയിട്ട് കിക്കർ പോകും. അല്ലാത്ത സമയത്ത് നമ്മൾ കൈ കൊണ്ട് താത്തുമ്പോൾ നമുക്കൊരു ബലം അനുഭവപ്പെടും. മറ്റേത് കൈ കൊണ്ട് കാണിച്ചാൽ പോലും കിക്കർ ഫ്രീ ആയിട്ട് പോകും. അതാണ് കംപ്രഷൻ ലീക്കിൻ്റെ ലക്ഷണം. ആ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഉണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്യണം. വണ്ടി അത്യാവശ്യം ഓടിയാക്കണതായതുകൊണ്ട് തന്നെ അഴിക്കണ സമയത്ത് സിലിണ്ടറിനൊക്കെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമ്മളതും കൂടി മാറ്റാൻ തയ്യാറായിട്ട് വേണം അഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ പറഞ്ഞ കംപ്ലയിൻറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡിൽ കൗളിൻ്റെ ഭാഗത്തൊക്കെ പിടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിൻ്റെ ഉള്ളിൽ റബ്ബറൊക്കെ വെച്ച് സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര കേസോ പറഞ്ഞിട്ടുള്ളൂ, വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പറഞ്ഞേക്കണ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ കൊണ്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ബില്ല് കാര്യങ്ങളും ഓൾറെഡി വാട്സാപ്പിൽ കിട്ടും. ഓക്കെ.